മകം പൂരം ഉത്രം കാൽ ചേരുന്ന രാശിചക്രത്തിലെ 5ാമത്തെ രാശിയായ ചിങ്ങം രാശിയിലേക്ക് നമുക്കിനി അവരുടെ പൊതുഫലങ്ങൾ നോക്കാം. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 11-ൽ നിന്ന് വ്യാഴമാണ് 12-ലേക്ക് വരുന്നത്. 12 എന്ന് വെച്ചാൽ വ്യാഴത്തിൻ്റെ ദുസ്ഥാനം. പക്ഷെ ഉച്ചനായത് കാരണം ദുസ്ഥാനത്തെ ഫലങ്ങളെല്ലാം നല്ല ഉച്ചത്തിൽ തന്നെ കൊടുക്കുന്നു വേണം പറയാനായിട്ട്. ദുസ്ഥാനത്ത് 11-ൽ നിന്നതായിട്ടുള്ള ഫലങ്ങള് ചിങ്ങൻ രാശിക്കാർക്ക് 12-ലേക്ക് വരുമ്പോൾ അവർ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. പിന്നീട് വ്യാഴത്തിൻ്റെതായുള്ള വിശേഷ ദൃഷ്ടിയോടുകൂടി വ്യാഴം ചിങ്ങൻ രാശിയുടെ 4-ലേക്ക് നോക്കുന്നുണ്ട്, 6-ലേക്ക് നോക്കുന്നുണ്ട്, 8-ലേക്ക് നോക്കുന്നുണ്ട്. 4-ലേക്കുള്ള വ്യാഴത്തിന്റെ ദൃഷ്ടി ചിങ്ങൻ രാശിക്കാർക്ക് നല്ലതായിരിക്കും. കുടുംബത്തിലെ സ്വസ്ഥതയും സമാധാനവും കുടുംബത്തിലെ ഐക്യവും എല്ലാം പ്രതീക്ഷിക്കാവുന്നതാണ്. അതേസമയം 6-ലേക്കും 8-ലേക്കുമുള്ളതായിട്ടുള്ള ദൃഷ്ടി അത്ര നല്ലതല്ല. 6 എന്ന് പറയുമ്പോൾ മകരൻ രാശിയാണ്. മകരൻ രാശി വ്യാഴത്തിന്റെ നീചക്ഷേത്രമാണ്. അപ്പോൾ ഉച്ചനായിട്ടുള്ള ഒരു ഗ്രഹം നീചത്തിലേക്ക് നോക്കുമ്പോൾ അതിന്റെ ഫലം കുറച്ച് കിട്ടും. കാരണം നമുക്കറിയാം, ഒരു ഇരുട്ടായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് എതിരെ നിന്നൊരു 1000 വോൾട്ടിന്റെ മറ്റൊരു ബൾബ് ഇട്ട് കഴിഞ്ഞാൽ നല്ല പ്രകാശം കിട്ടും. അതുപോലെ കുറച്ച് ഗുണഫലങ്ങൾ കിട്ടും. ഗുണഫലം വെച്ചാൽ 6 എന്ന് വെച്ചാൽ ചീത്ത സ്ഥാനം ആയത് കാരണം ഗുണഫലങ്ങൾക്ക് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരാം. ഗുണഫലങ്ങൾ ചീത്ത ഫലങ്ങൾ കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട്. അതുപോലെ 8 എന്ന് പറഞ്ഞാൽ ആയുസിന്റെ സ്ഥാനത്തേക്കുള്ള നോട്ടം വ്യാഴത്തെ സംബന്ധിച്ച് ശുഭഗ്രഹമായത് കാരണം ആയുസിനൊന്നും വലിയ കുഴപ്പം നമ്മൾ പറയാൻ പാടില്ലാത്തതാണ്. അപ്പൊ 6-8 ഭാവത്തിലേക്കുള്ളതായിട്ട് ചിങ്ങൻ രാശിയുടെ 6-8 ഭാവത്തിലേക്കുള്ള ദൃഷ്ടി ഒഴിച്ച് വ്യാഴത്തിന്റെ ബാക്കി 2 ദൃഷ്ടികളും വളരെ നല്ലതാണ്. പിന്നെ 12-ലേക്കുള്ള വ്യാഴത്തിന്റെ മാറ്റം ഇവർക്ക് കുറച്ച് ദുരിതങ്ങൾ കൊടുക്കുന്നതായിരിക്കും. രാശി ചക്രത്തിലെ 6ാമത്തെ രാശിയായ കന്നി രാശിയിലേക്ക് പോകാം. ഉത്തരം മുക്കാല് അത്തം ചിത്തിരയര ചേരുന്ന 2.25 നക്ഷത്രമാണ് കന്നിരാശിയിൽ ഉൾപ്പെടുന്നത്. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം 10-ൽ നിന്ന് 11-ാം ഭാവത്തിലേക്കാണ് വന്നിരിക്കുന്നത്. 10 എന്ന് വെച്ചാൽ കർമ്മസ്ഥാനമായിരുന്നു. 11 പറഞ്ഞാൽ അവരുടെ ആയസ്ഥാനവുമാണ്. അപ്പം കന്നിരാശി ഒരു പരദേശ രാശി ആയത് കാരണം പണ്ടെപ്പോഴോ ചെയ്തതായിട്ടുള്ള കർമ്മങ്ങളുടെ ഫലങ്ങളൊക്കെ ചിലപ്പോൾ അവർക്കിപ്പോൾ കിട്ടാൻ മതി. വെച്ചാൽ വല്ല അരിയേഴ്സ് കിട്ടാനോ അങ്ങനെ വല്ല തടഞ്ഞു വെച്ചതായ പ്രൊമോഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ കിട്ടാൻ മതി അവർക്ക്, കന്നിരാശിക്കാർക്ക്, ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റം കാരണം. പിന്നെ വ്യാഴം പിന്നീട് നോക്കുന്നത് വിശേഷ ദൃഷ്ടിയോടുകൂടി നോക്കുന്നത് കന്നിരാശിയുടെ 3, 5, 7 എന്നീ ഭാവങ്ങളിലേക്കാണ്. അതിൽ 3-ാം ഭാവം എന്ന് പറയുമ്പോൾ ഒരു ദുസ്ഥാനമാണ്. 3 എന്ന് പറയുമ്പോൾ ദുസ്ഥാനമായത് കാരണം 3-ൽ വ്യാഴം മറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പം 3-ലേക്കുള്ള ദൃഷ്ടി നമുക്ക് വലിയ പരിഗണന കൊടുക്കേണ്ടത്. എന്ന് വെച്ചാൽ കൂട്ടായിട്ടിരുന്നവരുമായിട്ട് ചിലപ്പോൾ പിണങ്ങാനോ കൂട്ടുകാരുടെ ഒരു അഭാവമോ ഇതൊക്കെ അവർക്ക് ഫീൽ ചെയ്യാൻ മതി. ഇപ്പം 5-ലേക്കുള്ള മാറ്റം എന്ന് പറയുമ്പോൾ 5-ലേക്കുള്ള ദൃഷ്ടി എന്ന് പറയുമ്പോൾ വളരെ നല്ലതാണ്. 5 എന്ന് പറഞ്ഞാൽ സന്താന ഭാവം. ഈ പിന്നെ മനസ്സിൻ്റെ ഭാവം കൂടിയാണ്. അപ്പം മനസ്സിൻ്റെ ഭാവത്തിലേക്കും സന്താന ഭാവത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി എന്ന് വെച്ചാൽ മനസ്സിന് വളരെ സന്തോഷകരമായിട്ടുള്ളത്, കുട്ടികളെ കൊണ്ട് ഇവർക്ക് നല്ല സുഖാനുഭവങ്ങളൊക്കെ ഉണ്ടാവും മതി. പിന്നെ സന്താനങ്ങളില്ലാതിരുന്നവർക്കാണ് ഈ സന്താന ഭാഗ്യം ഉണ്ടാവാനും ഒക്കെ മതി ഈ സമയത്ത്. അതേപോലെ തന്നെ 7-ലേക്കുള്ള ദൃഷ്ടി എന്ന് പറഞ്ഞാലും വളരെ നല്ലതാണ്. 7 എന്ന് പറയുമ്പോൾ ഇവരുടെ മാംഗല്യസ്ഥാനമാണ്. മാംഗല്യസ്ഥാനത്തിലേക്കുള്ള ചിലപ്പോൾ ഇവരുടെ വിവാഹം നടക്കാൻ മതി. വ്യാഴം പിഴച്ചിരിക്കുമ്പോഴേ വിവാഹം പെരമണി വീട് കല്യാണമൊക്കെ നടക്കുന്നതെന്ന് ഞാൻ പറയാറ്. എന്നാലും ഞാൻ പറയുക, 7 എന്ന് വെച്ചാൽ മംഗല്യസ്ഥാനത്തിലേക്കുള്ള ഈ മാറ്റം കന്യരാശിക്കാർക്ക് മംഗല്യഭാഗ്യം പ്രതീക്ഷിച്ചിരിക്കുന്ന മംഗല്യഭാഗ്യത്തിനും അതുപോലെ തന്നെ ദാമ്പത്യ ഐക്യത്തിനും, ദമ്പതിമാർ തമ്മിലുള്ള ഒരു ഐക്യത്തിനും കുടുംബത്തിലാകെ ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉള്ള ഒരു അന്തരീക്ഷം കന്യരാശിക്കാർക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും.